വരാൻ പോകുന്നത് MJ അങ്കിൾ ഒരു സ്പെഷ്യൽ പേരൊക്കെ ഇട്ട് വിളിക്കുന്ന ഒരാളാ വരാൻ പോകുന്നത്. ആരാന്നൊരു ഗസ് ഉണ്ടോ? കുട്ടുമണി കുട്ടൂസ്. അതെ, കുട്ടുമണി കുട്ടനെത്താൻ പോവാണ്. വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. പാർത്ഥിവ് എന്നാണല്ലേ പേര്? ഞങ്ങൾ ആ പേരൊക്കെ മറന്നു. ഇപ്പൊ കുട്ടുമണി കുട്ടനേ ഉള്ളൂ അല്ലേ? സുഖാണോ? സുഖമായിട്ടിരിക്കണു. പിന്നെ ഒത്തിരി വിശേഷങ്ങളുണ്ട്. എന്താ ടോപ് സിംഗറെ കണ്ടപ്പോ എന്റെ എപ്പിസോഡ്സ് ഒക്കെ എന്റെ കുറെ ഫാൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഫാൻസോ? നിനക്ക് ഫാൻസോ? ഓ അത് ശരി. എത്ര ഫാൻസ് ഉണ്ട്? അത്യാവശ്യം ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെ ചെക്കിംഗ് അപ്പിന് പോയായിരുന്നു. അപ്പൊ എന്നെ ടോക്കണായി. ഞാൻ ഡോക്ടറിന്റെ അടുത്തോട്ട് പോവാ. അപ്പൊ ഒരു അമ്മൂമ്മ എന്നെ പിടിച്ചു വലിച്ചു. എന്നിട്ട് പറഞ്ഞു, മോൻ ഇപ്പൊ കേറണ്ട, മോൻ ടോപ്പ് സിംഗറിൽ പാടുന്നല്ലോ എന്ന് എന്നോട് ചോദിച്ചു. കുട്ടുമണിക്കുട്ടന്റെ ചികിത്സ നിഷേധിച്ച പുറത്തേക്ക് ഇറങ്ങി. അമ്മൂമ്മയുടെ കൂടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഡോക്ടറിന്റെ അകത്തോട് കയറി നോക്കുമ്പോ അത് ഡോക്ടർ എന്റെ ഫാൻ. ഡോക്ടറിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പുറത്തു വന്നു. എന്നെ കൊണ്ട് വയ്യ അല്ലേ? ഡോക്ടറിനെ കണ്ടപ്പോ സർ ഇവിടെ ഇരിക്കുന്നു. ഭയങ്കര റെസ്പെക്ട്. എണിച്ച് പിന്നെ കുട്ടി ലാലേട്ടനല്ലേ? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് അച്ഛനെയൊക്കെ കണ്ടിരുന്നു. അതെ, രാവണപ്രഭു അത് റീ റിലീസ് അപ്പൊ എങ്ങനെയുണ്ട്? രാവണപ്രഭു ഞാൻ കണ്ടില്ല. ലാലേട്ടൻ അറിയാതെ ഇതൊക്കെ നടക്കുവോ? ഈ കുട്ടി ലാലേട്ടൻ കാണാൻ പോയിട്ടില്ല. നമുക്കപ്പൊ ഒരു വീഡിയോ കാണാം അല്ലേ? ഉണ്ണിക്കണ്ണാവായോ, ഊഞ്ഞാലാടാൻ വായോ, അമ്മയ്ക്കോരും മണി കൊണ്ടുവായോ, പീലിത്തേരോ മുടി മാടിത്തരാമുണ്ണി, ഓടക്കുഴലുതി പാടിത്തായോ, ആലോലം താലോലം താരാട്ടാം ഞാൻ നിന്നെ, ആനന്ദ ശ്രീകൃഷ്ണ ഓടിവായോ. വന്നപ്പോ MJ അങ്കിളിന്റെ കുട്ടുമണിക്കുട്ടൻ ആയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാനിപ്പോ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. എന്റെ കസിൻ വരെ ഇപ്പൊ എന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നത്. ഇവന് നാട്ടിൽ വരാൻ ഭയങ്കര ഇഷ്ടം. അതെന്താണെന്നറിയോ അമ്മ? നമ്മൾ ഈ ഫ്ലൈറ്റിന്റെ ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്യില്ലേ, അപ്പൊ ഒത്തിരി ഗ്രീനറി കാണാം. പിന്നെ എന്റെ നാട് പത്തനംതിട്ട, അവിടെ ആണെങ്കിൽ ഒത്തിരി കുന്നും പുഴയും എല്ലാം ഉണ്ട്. മാനം മുട്ടും മാമരക്കാടും ആരും കാണാ താഴ്വരത്തോടും കുന്നിമണി എന്നതുപോലെ ഞാൻ അമ്മാനമാടിടാം പെണ്ണേ. എനിക്ക് പിന്നെ തറവാട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അമ്മൂമ്മയുടെ ഫുഡൊക്കെ ഭയങ്കര സൂപ്പറാ. പിന്നെ ഇവിടെ ഓടി കളിക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്. പാർത്ഥിവ് ജനിച്ചത് ദുബൈയിലാണ്. വളർന്നതും സ്കൂളിങ്ങും ഒക്കെ അവിടെ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ടോപ്പ് സിംഗറിന് വേണ്ടി നാട്ടിലേക്ക് വന്നു. എല്ലാ വർഷവും ടോപ്പ് സിംഗറിന്റെ ഓഡീഷൻ സമയമാകുമ്പോഴത്തേക്ക് ഇവനൊരു കാലൊടിക്കലോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇവനുണ്ടാക്കാറുണ്ട്. ഈ പ്രാവശ്യം ദൈവം സഹായിച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. അങ്ങനെ ഫൈനലി സെലക്ഷൻ കിട്ടി. പാർത്ഥിവിന്റെ അച്ഛൻ ദുബൈയിലാണ്. അച്ഛനാണ് പാട്ടിന് കുറെ സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കും. പാട്ടിന്റെ സജഷൻസ് ഒക്കെ കൊടുക്കും. ഗ്രൂമേഴ്സിനോട് എന്തൊക്കെ ഡൗട്ടുകളാണ് ചോദിക്കേണ്ടതെന്ന് അവന് പറഞ്ഞു കൊടുക്കും. ഇവൻ പൊതുവെ എല്ലാവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ഞാനിപ്പോ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് 10 പേരെ അവിടെ വിളിച്ചു കൂട്ടി സംഘം തന്നെ. അവനൊരു ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യുന്ന ആളാണ്. എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവുന്നത്. അത് കുട്ടികൾ മാത്രല്ല കേട്ടോ. ഇനി നമുക്ക് എന്റെ പാട്ടും വിശേഷങ്ങളും കുസൃതികളും എല്ലാം ടോപ്പ് സിംഗറിൽ കൂടെ കാണാം. നീ ഭയങ്കര മെടുക്കനാടാ. അതല്ലേ അങ്കിളിന്റെ കുട്ടുമണി കുട്ടനാ വന്നത്. കുട്ടുമണിക്കുട്ടന്റെ അച്ഛനെ കണ്ടിട്ട് മധുവങ്ങൾ എവിടുന്നാ കണ്ടത്? ഞാനിപ്പോ പോയില്ലേ, ഞാൻ കുറച്ച് ദിവസം ഉണ്ടായില്ലല്ലോ. ആ യാത്രയുടെ ഇടയിൽ ഞാൻ ദുബായിലെത്തിയപ്പോൾ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം, അവരുടെ അസോസിയേഷനിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് പ്രശാന്ത് ഒക്കെ കൂടിയുള്ള ഉൾപ്പെടുന്ന ഒരു അസോസിയേഷനാണ് നമസ് എന്ന് പറയുന്നത്, നമസ് ദുബായ്. എന്ത് പറഞ്ഞു ഇവനെ പറ്റി? ഇവനാള് ശരിയല്ലെന്ന് പറഞ്ഞു. അതെ അതെ അതെ.
പിന്നെ അങ്കിൾ അങ്ങനൊന്നും പറയത്തില്ല. പറഞ്ഞില്ലേ മധു അങ്ങനെ ഒത്തിരി പറഞ്ഞു. ഭയങ്കര കുറുമ്പനാണ്, ആ, വികൃതിയാണ്, കുറുമ്പനാണ്. ശ്രദ്ധിച്ചോളണം ആ, പറഞ്ഞു. കുറുമ്പൻ അത് സത്യമല്ലേ? ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞു. കുറുമ്പനൊക്കെ തന്നെയല്ലേ? അയ്യോ അമ്മയാണ് നോക്കണം എപ്പോഴും. അമ്മക്കുട്ടനാണോ അച്ഛൻകുട്ടനാണോ? എനിക്ക് രണ്ടുപേരും ഈക്വലാ. അമ്മയോട് ചോദിക്കട്ടെ, എങ്ങനെയാണ്? അച്ഛൻകുട്ടനാണെന്ന് തോന്നുന്നു. ഞാനുമായിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ അടിയാണോ? തല്ലുകൊടുത്താണോ? അച്ഛനുമായിട്ടാണ് കുറച്ചുകൂടെ കാമായിട്ടിരിക്കുന്നത്. എന്റെ അടുത്ത് നിൽക്കുമ്പോ കുറച്ച് നിർബന്ധങ്ങളും അച്ഛനും തരും ഇടയ്ക്കിടയ്ക്ക് ഡോസൊക്കെ. അപ്പൊ പാട്ടൊക്കെ പഠിച്ചിട്ട് എന്നോട് ചോദിക്കും എത്ര ശതമാനം ശരി. അപ്പൊ ഞാനൊരു 45-50 എന്നൊക്കെ പറയാം. അമ്മ 67 വരെ ഒരിക്കലും എത്തിച്ചു. മാക്സിമം ഞാനൊരു 65 ഒക്കെ പറയാറുള്ളൂ. അപ്പൊ ചോദിക്കും അമ്മ എനിക്ക് എനിക്ക് ഒരിക്കലും അത്രയും നല്ലതായിട്ട് അറിയാവുന്ന പാട്ടൊക്കെ ഞാൻ 98 വരെ എത്തിക്കും. മിടുക്കനാണ്. അമ്മ ഒരിക്കലും എനിക്ക് ഒരു 90 ഒന്നും പറയാറില്ല. അപ്പൊ ഞാൻ പറയും നമ്മൾ പഠിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് കാരണം അമ്മയുടെ ഗ്രാഫ് ഒരിക്കലും മുകളിലോട്ട് എന്നെ പറ്റിയുള്ള ഗ്രാഫ് കേറുന്നില്ലെന്നാണ് കംപ്ലൈന്റ്. അതാണ് പരാതി. നമുക്ക് ഗ്രാഫ് കേട്ടാടെ, ഈ പാട്ട് കേട്ടാ. അതെ, ഈ പാട്ടിൽ കേറുമെന്ന് നോക്കാം. അല്ല, ഇത് നല്ലോണം അറിയുന്ന പാട്ടല്ലേ? ഏതാണ് പാട്ട്? പുതുമഴയായി പൊഴിയാ. ആഹാ, ഹായ്. ശ്രീകുട്ടനങ്ങള് പാടിയത് അല്ലേ? യെസ്. ആ, മ്യൂസിക് മോഹൻ സിത്താര സാർ, എഴുതിയത് കൈതപ്രം തിരുമേനി, സിനിമ മുദ്ര, വർഷം 1989. ഈ പാട്ടിൽ ഒരു വലിയ പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാടാ? എന്താ? എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ ഉണ്ടോന്നില്ല. മമ്മൂട്ടി സാർ ഇതില് ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. അതെ അതെ അതെ, അതൊരു വളരെ വലിയ പ്രത്യേകതയാണ്. അപൂർവമായിട്ടുള്ള അപൂർവം, വേറെ ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല. അതെ, അതെ. ഇതില് മാത്രമാണ് കണ്ടിരിക്കുക. ഫ്ലൂട്ട് വായിക്കുന്നതായിട്ട്. അതെ അതെ. ഓൾ ദ All the ബെസ്റ്റ്. best. താങ്ക് യു. പുതുമഴയായി പൊഴിയാ
വെരി നൈസ്.